ജമ്മുകാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണസംഖ്യ മേൽപോട്ടാണ്. 25-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് അനൗദ്യോഗിക വിവരം. ഒരു മലയാളി കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. കൊച്ചിക്കാരനായ ഒരാൾ. അതിൻ്റെ വിശദാംശങ്ങൾ നേരത്തെ ജിഷ്ണു ഒന്ന് സൂചിപ്പിച്ചു പോയി. നമ്മൾ അതിലേക്ക് വിശദമായി പോയില്ല. ഗൗതം തുടരുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഗൗതം, കൊച്ചിക്കാരനായ മലയാളി കൂടി ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഗൗതം കേൾക്കാമെങ്കിൽ, കൊച്ചിക്കാരനായ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത നേരത്തെ ജിഷ്ണു പങ്കുവച്ചിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ. കൃഷ്ണരാജെ, നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നത് ഈ ഒരു ഭീകരാക്രമണത്തിൽ ഒരു മലയാളിക്കും ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എറണാകുളം ഇളമക്കര സ്വദേശി രാമചന്ദ്രൻ എന്നയാൾ, ഇദ്ദേഹം മലയാളിയാണ്. ഇദ്ദേഹം ഈ ഭീകരാക്രമണത്തിന് ഇരയാക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് ലഭ്യമാക്കുന്നത്. ഇത് സർക്കാർ സംവിധാനങ്ങൾ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നൽകിയിട്ടില്ല. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട്. അത് എറണാകുളം ഇളമക്കരയിൽ നിന്നും ഈ പ്രദേശത്തേക്ക് വിനോദസഞ്ചാരത്തിന് കുടുംബസമേതം പോയ രാമചന്ദ്രൻ എന്നയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വളരെ ദുഃഖകരമായ മറ്റൊരു വാർത്ത കൂടി കേരളത്തിലെ പ്രേക്ഷകരിലേക്ക് ഈ ഘട്ടത്തിൽ എത്തിക്കുകയാണ്. ഇദ്ദേഹം ഈ താഴ്ന്ന പ്രദേശത്ത് നിന്നും കുന്നിൻ മുകളിലേക്ക് ഒരു കുതിരപ്പുറത്ത് പോകുന്ന ഘട്ടത്തിൽ ആ കുതിരയുടെ സഫാരി തടസ്സപ്പെടുത്തിക്കൊണ്ട് തലയ്ക്ക് വെടിവെച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇദ്ദേഹത്തിൻ്റെ മകളും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി അവർ കൂടെ ഉണ്ടായിരുന്നില്ല. ഇവർ കുടുംബത്തോടെയാണ് വിനോദസഞ്ചാരത്തിനായി എത്തിയതെങ്കിലും അവിടെ എത്തിയതിന് ശേഷം ഈ കുതിരപ്പുറത്ത് ഈ രണ്ടുപേർ ഈ അമ്മയ്ക്ക് ഒപ്പം തന്നെ പോവുകയായിരുന്നു എന്നുള്ളതാണ് കൃഷ്ണരാജ്. ഒരു മലയാളി കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തു വരുന്നു. കൊച്ചി ഇളമക്കര സ്വദേശി രാമചന്ദ്രൻ എന്നയാളാണ് മരിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയും മകളും അടക്കമുള്ളവർ ഒരുമിച്ചാണ് വിനോദസഞ്ചാര യാത്ര പോയത്. പക്ഷേ മകൾ ആ സമയം ഒപ്പമുണ്ടായിരുന്നു. കൊച്ചിയിലെ ഇളമക്കര സ്വദേശിയായ രാമചന്ദ്രൻ എന്നയാളാണ് കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം. അതിലേക്ക് നമ്മൾ കൂടുതലായി പോകേണ്ടതുണ്ട്. വിവിധയിടങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ഭാരതത്തിൽ ഉടനീളം. പാകിസ്ഥാനാണ് പിന്നിൽ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഭീകരാക്രമണം തകർത്തെറിയുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ പലയിടത്തായി നടക്കുന്നു. ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണുവാണ് നേരത്തെ ഈ കൊച്ചിക്കാരനായ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വിവരം ആദ്യം പങ്കുവച്ചത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? കൃഷ്ണരാജ്, മരണപ്പെട്ടവരുടെ വിവരങ്ങൾ സംബന്ധിച്ച് നമുക്ക് ഔദ്യോഗികമായുള്ള സ്ഥിരീകരണം ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ജമ്മുകശ്മീർ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരപ്രകാരം കേരളത്തിൽ നിന്നും ഒരു മലയാളിയും ഈ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്ന ദുഃഖകരമായ വാർത്തയാണ് ലഭ്യമാകുന്നത്. കൊച്ചി സ്വദേശിയായിട്ടുള്ള രാമചന്ദ്രൻ, കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈദരാബാദിൽ നിന്നുള്ള IB ഉദ്യോഗസ്ഥൻ മനീഷ് രഞ്ജൻ, കൂടാതെ കർണാടകയിൽ നിന്നുള്ള ബിസിനസ്സുകാരൻ മഞ്ജുനാഥ റാവു, ഒഡീഷയിൽ നിന്നുള്ള പ്രശാന്ത് സപ്തതി, കർണാടക ഹാവേരി സ്വദേശി ഭരത് ഭൂഷൺ തുടങ്ങിയവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ജമ്മു കശ്മീർ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ കാര്യം പോലീസോ അല്ലെങ്കിൽ സൈന്യമോ സർക്കാരോ ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം ഇതുവരെ നൽകിയിട്ടില്ല. മരണപ്പെട്ടവരുടെ മരണസംഖ്യ സംബന്ധിച്ചും ഒപ്പം മരണപ്പെട്ടവരുടെ ഐഡന്റിറ്റി സംബന്ധിച്ചും ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം കശ്മീർ പോലീസിൽ നിന്നും ഒപ്പം സർക്കാരിൽ നിന്നും ഉടൻ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം ഈ ഒരു ഭീകരാക്രമണത്തിൽ 27ഓളം പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളിയായിട്ടുള്ള കൊച്ചി സ്വദേശി രാമചന്ദ്രനും ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്ന് ജമ്മു കശ്മീർ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമാണ്. കൂടാതെ 3 വിദേശികളായിട്ടുള്ള വിനോദസഞ്ചാരികളും നേപ്പാൾ സ്വദേശി ഉൾപ്പെടെ വിദേശികളായിട്ടുള്ള വിനോദസഞ്ചാരികളും
ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് സ്ഥിരീകരിക്കാത്ത, ഔദ്യോഗികമായി അല്ലാത്ത ലഭ്യമാകുന്ന വിവരം. ഏതായാലും മരണസംഖ്യ സംബന്ധിച്ചും ഒപ്പം പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ വിവരങ്ങൾ സംബന്ധിച്ചുമെല്ലാം ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരികൾക്ക് ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ നിലവിൽ ജമ്മു കാശ്മീരിൽ എത്തുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു മുഴുവൻ സമയം ടെലികോളിംഗ് സംവിധാനം, അതായത് സഹായത്തിന് വേണ്ടി അല്ലെങ്കിൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഇതിനോടകം തന്നെ സർക്കാർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെടി ഏറ്റവരെയും കുതിരപ്പുറത്തുമൊപ്പം ഹെലികോപ്റ്ററിലുമൊക്കെയാണ് അടുത്തുള്ള ആശുപത്രികളിലേക്ക്, വിദഗ്ധ ചികിത്സ വേണ്ടവരെ ഹെലികോപ്റ്റർ വഴിയാണ് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അത്തരത്തിൽ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനുമൊപ്പം മരണം സംബന്ധിച്ചും അവരുടെ വിവരങ്ങൾ സംബന്ധിച്ചും ഒരു ഔദ്യോഗിക വിവരവും ഇപ്പോൾ സർക്കാരിൽ നിന്ന് ഉടൻ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ഉടൻ തന്നെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ പഹൽഗാം മേഖലയിൽ സൈന്യത്തിൻ്റെയും CRPFിൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ സംയുക്തമായി പ്രത്യേക ഓപ്പറേഷൻ നടക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ ഭീകരാക്രമണം നടത്തിയവരെ കണ്ടെത്തുന്നതിനുള്ള പ്രത്യേക ഓപ്പറേഷൻ പഹൽഗാമിൽ പുരോഗമിക്കുകയാണ്. അതിശക്തമായ ഭാഷയിൽ തിരിച്ചടി നൽകണം എന്ന നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ശ്രീനഗറിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, കൂടാതെ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ, IB ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉന്നതതല യോഗം ചേർന്നിരുന്നു. നേരത്തെ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് ഉടൻ തന്നെ അമിത്ഷാ ജമ്മു കാശ്മീരിലേക്ക് എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്ഥിതിഗതികൾ ഇതിനോടകം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വിവിധ തരത്തിലുള്ള നടപടികളാണ് പഹൽഗാമിൽ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ സൈനിക തലത്തിലും മുൻപോട്ട് പോകുന്നത്. ഒന്ന്, ഈ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ നൽകുന്നതിനും ഒപ്പം മരണസംഖ്യ സംബന്ധിച്ച് കൃത്യമായൊരു വിവരങ്ങൾ വ്യക്തമാക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. ഒപ്പം പഹൽഗാമിൽ വളരെ കൃത്യമായൊരു ഭീകരവിരുദ്ധ ഓപ്പറേഷൻ സൈന്യത്തിൻ്റെയും CRPFിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്ന് മുൻപോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ലഷ്കർ-ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒപ്പം പാക് ചാരസംഘടനയായിട്ടുള്ള ISIയും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഗൂഢാലോചന, വളരെ കൃത്യമായി ഗൂഢാലോചന നടത്തി ആസൂത്രണത്തോടു കൂടിയുള്ള ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നിട്ടുള്ളത്. കാരണം ആ ഭീകര ആക്രമണത്തിൻ്റെ ഓപ്പറേഷൻ്റെ ശൈലി പരിശോധിക്കുമ്പോൾ തന്നെ പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ സ്ഫോടനം നടത്തിയോ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ കാർ ബോംബ് സ്ഫോടനമോ സൂയിസൈഡ് ബോംബ് അറ്റാക്കോ നടത്തിയായിരുന്നു ഭീകരാക്രമണങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് അത്തരത്തിൽ ഭീകര ആക്രമണങ്ങൾ നടത്താൻ കശ്മീർ താഴ്വരയിൽ നിന്ന് യുവാക്കൾ ലഭിക്കാതിരിക്കുകയും കശ്മീരിൻ്റെ മുഖം തന്നെ പൂർണ്ണമായും മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുക, അത് മതത്തിൻ്റെ പേരിലും അല്ലാതെയും ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുക എന്ന വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഭീകരാക്രമണം പഹൽഗാമിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഭീകരവാദികൾ ആളുകളുടെ പേര് ചോദിച്ചുകൊണ്ട്, മതം ചോദിച്ചുകൊണ്ട്, ഹിന്ദുവാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഭീകരാക്രമണം, വെടിവെപ്പ് നടത്തിയിട്ടുള്ളത്. ഈ വെടിവെപ്പിൻ്റെ, ഈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടാക്കുന്നതിനും ഒപ്പം സാധാരണക്കാരെ ഭയപ്പെടുത്തുന്നതിനും കശ്മീർ താഴ്വരയിൽ വീണ്ടും അശാന്തി പടർത്തുകയും ഭീകരവാദ റിക്രൂട്ട്മെൻറ്റ് ശക്തമാക്കുകയും ചെയ്യുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഭീകര ശക്തികൾ രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, രാജ്യത്തിൻ്റെ അഖണ്ഡതയെ വെല്ലുവിളിച്ചുകൊണ്ട് പഹൽഗാമിൽ ഇത്തരത്തിൽ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത്. സൈന്യം നൽകുന്ന വിവരങ്ങളനുസരിച്ച് ഉച്ചയ്ക്ക് 2:45 കൂടിയാണ് പഹൽഗാമിൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ബൈസാറനിൽ ഇത്തരത്തിൽ ഭീകരവാദികൾ എത്തുകയും ആളുകളെ പിടിച്ചു നിർത്തി അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകുന്ന ആളുകളോടും പേര് ചോദിച്ചുകൊണ്ട്, മതം ചോദിച്ചുകൊണ്ട് വെടിയുതിർക്കുകയും അതിൽ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള വീഡിയോയിലുള്ളതുപോലെ മഞ്ജുനാഥ റാവുവിൻ്റെ ഭാര്യയുടെ പ്രതികരണം വരെ വന്നത് തന്നെയും കൊല്ലൂ എന്ന് പറഞ്ഞപ്പോൾ ഇത് മോദിയോട് പറയാൻ നിന്നെ ബാക്കി വയ്ക്കുകയാണ് എന്ന പ്രതികരണമാണ് ഭീകരവാദികൾ നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, രാജ്യത്തിൻ്റെ അഖണ്ഡതയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണം, വളരെ കാലത്തിന് ശേഷം ഇത്തരത്തിൽ ആളുകളുടെ ജീവനെടുത്തുകൊണ്ടുള്ള ഒരു ഭീകരാക്രമണം ജമ്മു കാശ്മീരിൻ്റെ മണ്ണിൽ പഹൽഗാമിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിശക്തമായ തിരിച്ചടി, കടുത്ത ഭാഷയിലുള്ള തിരിച്ചടി ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ജമ്മു കാശ്മീരിൽ എത്തിയിട്ടുണ്ട്. നാളെ അദ്ദേഹം
പെഹൽഗാം സന്ദർശിക്കും എന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ഏറ്റവും പുതിയ വിവരം. ഇന്നിപ്പോൾ ഏറെ വൈകിയാണ്, ഇപ്പോൾ ഈ സമയത്താണ് അദ്ദേഹം ശ്രീനഗറിൽ ഉന്നതതല യോഗം പൂർത്തിയാക്കുന്നത്. നാളെ രാവിലെ ഭീകരാക്രമണം നടന്നിട്ടുള്ള പെഹൽഗാമിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിക്കും എന്ന വിവരമാണ് ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വിശദാംശങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയത് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ ജമ്മു കശ്മീർ പോലീസിൽ നിന്ന് ഔദ്യോഗികമല്ലാതെ ലഭിച്ചിട്ടുള്ള വിവരപ്രകാരമാണ് ഈ ഭീകരാക്രമണത്തിൽ കൊച്ചി സ്വദേശിയായിട്ടുള്ള രാമചന്ദ്രൻ, ഒരു മലയാളിക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്ന വിവരം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. കൂടാതെ ഹൈദരാബാദിൽ നിന്നുള്ള IB ഉദ്യോഗസ്ഥൻ മനീഷ് രഞ്ജൻ, കർണാടക സ്വദേശി മഞ്ജുനാഥ റാവു, കർണാടക ഹവേരി സ്വദേശി ഭരത് ഭൂഷൺ, കൂടാതെ ഒഡീഷ സ്വദേശി പ്രശാന്ത് സപ്തതി, 2 നേപ്പാളി സ്വദേശി ഉൾപ്പെടെ 3 വിദേശ വിനോദസഞ്ചാരികൾ തുടങ്ങിയവർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 27-ലധികം മരണം സംഭവിച്ചു എന്ന അനൗദ്യോഗികമായ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൃഷ്ണരാജ്.